Hello students, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ HTMLന്റെ ബേസിക്സും കുറച്ച് ടാഗുകളും അതിലെ ഇംപ്ലിമെന്റേഷനെ കുറിച്ചുമാണ് പറഞ്ഞത്. ഈ ക്ലാസ്സിൽ നമുക്ക് ഇമേജസിനെ കുറിച്ച് പറയാം. ഒരു വെബ് പേജിൽ ഇമേജുകൾ എങ്ങനെയാണ് ആഡ് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ച് പറയാം. വെബ് പേജുകൾക്ക് അട്രാക്ഷൻ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് നമുക്ക് ഇമേജുകൾക്ക് സ്ഥാനം കൊടുക്കണം. Image can improve the design and the appearance of a web page. ഇമേജുകൾക്ക് നമ്മുടെ വെബ് പേജുകളുടെ അപ്പിയറൻസും ഡിസൈനും ഇംപ്രൂവ് ചെയ്യാനുള്ള കഴിവുണ്ട്. ഇമേജ് ആഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ടാഗാണ് IMG എന്ന ടാഗ്. IMG എന്ന് പറയുന്ന HTML ടാഗ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇമേജ് ആഡ് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ നമുക്ക് നോക്കാം. അതായത് ഇത് നോട്ട് പാഡിൽ എഴുതിയിരിക്കുന്ന കോഡാണ്. ആദ്യം തന്നെ HTML ഓപ്പൺ ചെയ്തു, അതിനുശേഷം ബോഡി ഓപ്പൺ ചെയ്തു, ബോഡിക്കകത്ത് ഒരു ഹെഡിങ് കൊടുത്തു, HTML ഇമേജ് എന്ന് പറയുന്ന ഒരു ഹെഡിങ്. അത് H2-ലാണ് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം ഇമേജ് ആഡ് ചെയ്യാനുള്ള കോഡാണിത് IMG. ആ കോഡിനകത്ത് തന്നെ SRC അതായത് സോഴ്സ് എന്ന് പറയുന്നത് ആഡ് ചെയ്തു, ഈക്വൽ ടു കൊടുത്തു. t.jpg എന്ന് പറയുന്നത് നമ്മുടെ ഇമേജിൻ്റെ നെയിമാണ്. ALT ഈസ് ഈക്വൽ ടു മൈ ഇമേജ്. അതായത് ഇപ്പോൾ നമ്മൾ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ ആ ഇമേജിൻ്റെ താഴെ ഏത് പേരാണോ വരേണ്ടത് അതിവിടെ കൊടുക്കും. ഇനി ഇമേജിന് എത്ര വിഡ്ത്ത് വേണം, എത്ര ഹൈറ്റ് വേണം എന്നും നമ്മൾ ചേർത്ത് കൊടുത്തു. ഹൈറ്റും വിഡ്ത്തും നമ്മൾ കോഡ്സിൽ കൊടുക്കുകയാണ്. അങ്ങനെ ആ ടാഗ് ക്ലോസ് ചെയ്തു. അതിനുശേഷം നമ്മൾ ബോഡി ടാഗ് ക്ലോസ് ചെയ്തു, HTML ടാഗ് ക്ലോസ് ചെയ്തു. ഇതിനകത്തൊരു ക്ലോസിംഗ് ഇമേജ് ടാഗ് ഇല്ല. നമ്മൾ ഇമേജ് ടാഗിന് ഒരു ക്ലോസിംഗ് ടാഗ് കൊടുക്കത്തില്ല. ഇനി ഇത് എങ്ങനെയാണ് സേവ് ചെയ്യുന്നത് നോക്കാം. ഫയലിനകത്ത് സേവസിനകത്ത് നിങ്ങൾക്ക് ഇതിനെ സേവ് ചെയ്യാൻ സാധിക്കും. അപ്പം നമുക്ക് ഇതിനെ ഒന്ന് സേവ് ചെയ്യാം. അപ്പം നമുക്ക് ഫയൽ നെയിമുണ്ട്. ഇതിനകത്തേക്ക് ഏതെങ്കിലും ഒരു പേരിൽ നമുക്ക് ഇതിനെ സേവ് ചെയ്യാം. ഇമേജ് എന്ന് പറയുന്ന ഒരു പേരിൽ നമുക്ക് സേവ് ചെയ്യാം. സേവ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം .html എന്ന് എപ്പോഴും കൊടുത്തിരിക്കണം. എന്നിട്ട് നമുക്കിത് സേവ് ചെയ്യാം. ഇപ്പോൾ ഇത് സേവ് ആയിട്ടുണ്ട്. .html എന്ന രീതിയിൽ ഇത് സേവ് ആയിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അത് ഡെസ്ക്ടോപ്പിൽ സെർച്ച് ചെയ്യാം. ഡെസ്ക്ടോപ്പിനകത്ത് ഇമേജ് ഡോട്ട് ഇത് ഡെസ്ക്ടോപ്പാണ്. അതിനകത്ത് ഇമേജ് ഡോട്ട് എന്ന് പറയുന്ന ഒരു സംഭവം നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. നമ്മൾ അതിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഇതാണ് നമ്മളുടെ ഇമേജ്. ഇവിടെ വന്നിരിക്കുന്നു നമ്മളുടെ ഇമേജ് നമ്മളുടെ വെബ് പേജിൽ വിസിബിൾ ആയിരിക്കുന്നു. ആ ഇമേജിൻ്റെ പേരുണ്ട്, കൂടാതെ ഇമേജും വിസിബിളായി നമുക്ക് വന്നിരിക്കുകയാണ്. ഇതാണ് നമുക്ക് ഈ കോഡ്. ഇങ്ങനെയാണ് നമ്മളൊരു ഇമേജ് വെബ് പേജിൽ ആഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കോഡ് ഒന്നും കൂടി നോക്കാം. കോഡ് വളരെ സിമ്പിളാണ്. ആദ്യം HTML ഓപ്പൺ ചെയ്യുക, ബോഡി ഓപ്പൺ ചെയ്യുക, ശേഷം ഒരു HTML ഇമേജ് നമ്മൾ ഹെഡിങ്ങിൽ കൊടുത്തു, അതാണ് ഈ വന്നിരിക്കുന്നത്. പിന്നെ ഇമേജ് സോഴ്സ് കൊടുത്തു, വിഡ്ത്ത് കൊടുത്തു, ഹൈറ്റ് കൊടുത്തു. അതായത് വിഡ്ത്തും ഹൈറ്റും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ്. എനിക്കിപ്പോൾ ഇത്രയും മതിയതുകൊണ്ട് വിഡ്ത്തും ഹൈറ്റും നമ്മൾ എന്തായി കൊടുത്തു, 460 345 കൊടുത്തു. ഈ രീതിയിലാണ് നമ്മൾ HTMLൽ ഒരു ഇമേജ് ആഡ് ചെയ്യുന്നത്.